ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമുക്ക് കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ നോക്കാം. ഹാറൂൺ ഇന്ത്യ റിച്ച് ലിസ്റ്റ് 2025 പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും ധനികനായ വ്യക്തി. ഹാറൂൺ ഇന്ത്യ റിച്ച് ലിസ്റ്റ് 2025 പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും ധനികനായ വ്യക്തി മുകേഷ് അംബാനിയാണ്. മുകേഷ് അംബാനി. രണ്ടാം സ്ഥാനം ഗൗതം അദാനി. രണ്ടാം സ്ഥാനം ആരാണ്? ഗൗതം അദാനി. മൂന്നാം സ്ഥാനം റോഷ്നി നാടാർ. 2025 ഒക്ടോബറിൽ അന്തരിച്ച പത്മഭൂഷൺ ജേതാവായ മുതിർന്ന മാധ്യമപ്രവർത്തകൻ. 2025 ഒക്ടോബറിൽ അന്തരിച്ച പത്മഭൂഷൺ ജേതാവായ മുതിർന്ന മാധ്യമപ്രവർത്തകനാണ് TJS ജോർജ്. 2025 ജപ്പാൻ ഓപ്പൺ മെൻസ് ടെന്നീസ് കിരീട ജേതാവ് ആരാണ്? 2025 ജപ്പാൻ ഓപ്പൺ മെൻസ് ടെന്നീസ് കിരീട ജേതാവ് ആരാണ്? കാർലോസ് അൽക്കാരസ്. കാർലോസ് അൽക്കാരസ് ആണ് 2025 ജപ്പാൻ ഓപ്പൺ മെൻസ് ടെന്നീസ് കിരീട ജേതാവായത്. ആംഗ്ലിക്കൻ സഭയുടെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ ആർച്ച് ബിഷപ്പ് ആരാണ്? സാറ മുള്ളല്ലി. അപ്പം സാറ മുള്ളല്ലിയാണ് ആഫ്രിക്കൻ സഭയുടെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ ആർച്ച് ബിഷപ്പായത്. സാറ മുള്ളല്ലിയാണ്. ഓർത്തു വച്ചേക്കുക. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലമായ ഹുജിയാങ് കാനിയോൺ ബ്രിഡ്ജ് നിലവിൽ വന്നത് എവിടെയാണ്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലമായ ഹുജിയാങ് കാനിയോൺ ബ്രിഡ്ജ് നിലവിൽ വന്നത് എവിടെയാണ്? ചൈനയിലെ ഗിയീഷു ആണ്. എവിടെയാണ് വന്നത്? ചൈനയിലെ ഗിയീഷിലുമാണ്. ഇപ്പോൾ ഇത് ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തു. 2025 ഒക്ടോബറിൽ അറബിക്കടൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഏതാണ്? ശക്തിയാണ്. 2025 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ്. പേര് നിർദ്ദേശിച്ച രാജ്യം ശ്രീലങ്ക. ശക്തി എന്ന് പറഞ്ഞ പേര് നിർദ്ദേശിച്ച രാജ്യം ഏതാണ്? ശ്രീലങ്കയാണ് പേര് നിർദ്ദേശിച്ചത്. 2025 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ്. 2025 ലോക ബഹിരാകാശ വാരത്തിൻ്റെ പ്രമേയം ലിവിങ് ഇൻ സ്പേസ് ആണ്. ഒക്ടോബർ 4 മുതൽ 10 വരെയാണ് നമ്മൾ ബഹിരാകാശ വാരം ആചരിക്കുന്നത്. ഒക്ടോബർ 4 മുതൽ 10 വരെ ലിവിങ് ഇൻ സ്പേസ് ആണ് പ്രമേയം. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ സർവീസ് 2024 മാർച്ചിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ്? കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയിലെ ആദ്യത്തെ റോബോട്ട് അധ്യാപകനായ ഐറിസ് ഏത് സംസ്ഥാനത്താണ് നിലവിൽ വന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ റോബോട്ട് അധ്യാപകനായ ഐറിസ് ഓർത്തു വച്ചേക്കുക. ഏത് സംസ്ഥാനത്താണ് നിലവിൽ വന്നത്? നമ്മുടെ കേരളത്തിലാണ് ഐറിസ് എന്ന് പറയുന്ന ആദ്യത്തെ റോബോട്ട് അധ്യാപകൻ നിലവിൽ വന്നത്. അന്ധവിശ്വാസം പുരോഗതിയുടെ ഏറ്റവും വലിയ ശത്രുവാണ്. ഇത് ആരുടെ വാചകമാണ്? ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവായ രാജാറാം മോഹൻ റോയുടെ വാക്കുകളാണ്. അദ്ദേഹം വിട പറഞ്ഞിട്ട് എത്ര വർഷമായി? 192 വർഷമായി. 192 വർഷമാണ് ആയത്. ഓക്കെ, താങ്ക് യു. വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.